ബ്രേക്കിംഗ് ന്യൂസ്. വരങ്കൽ നഗരത്തിലെ മേയർ ജനാർദ്ദനനെ കാണാതായിരിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് മേയറിന്റെ ഓഫീസിൽ വെച്ച് കാണാം. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ജനാർദ്ദനെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കാണ് ഇവിടെ ധൈര്യമുള്ളത്? ആരാടവൻ? അവനിപ്പോ എവിടെയാ ഉള്ളത്? മനു ജെനിയെ കണ്ട ആദ്യത്തെ നിമിഷം അവളോടൊന്ന് അടുക്കുവാൻ അവൻ പെട്ട പ്രയാസങ്ങൾ, വെപ്രാളം, കള്ളനോട്ടം, ഓരോ ചേഷ്ടകൾ, ആ കുസൃതി നിറഞ്ഞ നാളുകൾ, കള്ളത്തരത്തിലുള്ള മെസ്സേജുകൾ. നിന്റെ ചേട്ടനെ അടിച്ചവനെ തന്നെ നിനക്ക് കല്യാണം കഴിക്കണം. മനു അത് അറിഞ്ഞോണ്ട് ചെയ്തതല്ല അമ്മേ. മിണ്ടരുത് നീ. എന്താ നീ പറയുന്നത്? നിന്റെ ചേട്ടന്മാരെക്കാളും വലുതാണോ നിനക്കവൻ? ചേട്ടാ, ജെനി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവന് മാത്രം മതിയെന്ന് നീ വാശി പിടിക്കാനെ ഞങ്ങളെ കൊന്നിട്ട് പോ. എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോ നീ. ഞാൻ തെറ്റ് ചെയ്തു മനു, എന്നെ ക്ഷമിക്കില്ലേ. അവരെയൊക്കെ കൊന്നിട്ട് നമ്മള് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് ഓർത്തുപോയി. പക്ഷെ നീ ഇങ്ങനെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തൊക്കെ നടന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിന്നെ വന്ന് രക്ഷിക്കും മനു. ഐ ആം കമ്മിങ്. ഈ ഗുണ്ടായിസം തമ്മിത്തല്ലൊക്കെ നിനക്കൊന്ന് നിർത്തിക്കൂടെ? നിർത്ത് നിർത്ത് നിർത്ത്. കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടവരുമായിട്ട് ഒത്തു നടന്ന എത്ര സന്തോഷമാണെന്ന്. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു. നിന്റെ കുടുംബത്തെയും ഈ ജാനുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡോണ്ട് മിസ് മീ ടു മച്ച്. ബൈ. നമ്മൾ നമ്മളുടെ ദുഃഖവും താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. മറ്റുള്ളവരുടെ സന്തോഷം നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗോഡ് ഗിവ്സ് us what we deserve, not what we desire. ഹായ് ഹായ് ഹായ്. ബൈ ജാനു. ബൈ. ഹേ ജാനു, എന്റെ ഫേവറേറ്റ് റൈറ്റർ ആയിഷ എഴുതിയ മനുചരിത്ര ബ്ലോഗ് കണ്ടോ? ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി. ലവർ അവസാനം റൗഡിയായി മാറി. അതിലെ ഹീറോയുടെ പേര് മനു. വായിച്ചു നോക്കിയപ്പോൾ ഈ സ്റ്റോറിയിലുള്ള മനുവിനും നിന്റെ ബോയ് ഫ്രണ്ട് മനുവിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഒരു വട്ടം വായിച്ചു നോക്ക്. മനു ചരിത്ര. എന്താ ലവ് പ്രോബ്ലം ആണോ? നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിന്റെ ലവ് തീർച്ചയായും സക്സസ് ആകും. ഓൾ ദി ബെസ്റ്റ്. ജെനി,
ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കുന്നത്. ജെന്നിക്ക് ഫോൺ കൊടുക്ക്. റോങ് നമ്പർ. ഏതോ ജെനി എന്ന് പറയുന്നവൻ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കാം 2 ദിവസമായി. എടി ജാനു, നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്. ദാറ്റ്സ് ബെറ്റർ. എന്റെ ഫോണിന്റെ ബാറ്ററി തീരാറായി. ഞാൻ വേറെ ഫോണിൽ വിളിക്കാം. ഓക്കെ. ആ പറയടാ. എടാ നന്ദു, എന്റെ പേഴ്സ് എവിടെയെന്ന് കണ്ടോ നീ? എടാ ഇവിടെയും കണ്ടില്ല. ഒന്ന് നന്നായിട്ട് നോക്കടാ. എന്റെ ജെനിയുടെ ഒറ്റ ഫോട്ടോ മാത്രമേ ഉള്ളൂ. നീ എന്തിനാ ടെൻഷൻ ആവുന്നു? ഇപ്പൊ എന്താ പറ്റിയെന്ന് പറ. എടാ നന്ദു, ജെനിയുടെ ഒരു ഫോട്ടോ മാത്രമേ എന്റെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നോക്കടാ നന്നായിട്ട്. ഹലോ ഹലോ, എടാ കേക്കാവോ? മനോ, ഹലോ. എടാ ഒരു മിനിറ്റ്. മനു, ഞാൻ ജാനുവാണ് സംസാരിക്കുന്നേ. മനു, നീ ജെനിയെ പ്രേമിച്ചിരുന്നോ? അവളെ മറക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും പെണ്ണുങ്ങളെ പ്രേമിച്ചത്? അതെ. അതുപോലെ തന്നെയാണോടാ നീ എന്നെയും പ്രേമിച്ചത്? പറയും മനു. അതെ. നിനക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആരെയോ മറക്കാൻ വേണ്ടി നീ എന്നെ മരുന്ന് പോലെ ഉപയോഗിച്ചല്ലേ? 10 ദിവസത്തിനുള്ള ഒരു പെണ്ണിനെ മുഴുവനായിട്ട് അറിയാമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എല്ലാ പെൺകുട്ടികളും അവളുടെ ഭാവി വരാൻ അവൾക്ക് മാത്രം ഉള്ളതാണെന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനെ വന്നു പോയി കണ്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ കൂടെ എന്നെയും ചേർത്തുവല്ലേ നീ? എന്നെ കൊണ്ടത് സഹിക്കാനാകുന്നില്ല. എന്നെ നീ എങ്ങനെയൊക്കെയാ വിശ്വസിപ്പിച്ചത്? നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം നിനക്ക് മാറ്റാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങളെ മാത്രം എന്തിനാ ഇങ്ങനെ മാറ്റുന്നേ? ഞാൻ എത്ര നാളെ കാത്തിരിക്കാം നിന്നോട് ഒരുപാട് ഇഷ്ടം തോന്നിട്ട് ഐ ലവ് യു എന്ന് പറയണോന്ന്. പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കതൊരു പുതിയ വാക്കല്ല. അതുകൊണ്ടാണ് ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. ഇനി എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. ഗുഡ് ബൈ. പ്രേം സുഖ് ആപ്തനാദി ദുഃഖ് അപേക്ഷ. പക്ഷെ ഇത്രയും ദുഃഖം എനിക്കുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് വിട്ടേക്ക്. എന്തു പറ്റിയടാ? എന്റെ ജീവിതത്തിൽ ഇനി ജാനു മാത്രം മതിയടാ. എനിക്ക് ജാനു മാത്രം മതി. ജാനു, ഐ ലവ് യു ജാനു.